നവരാത്രിൻ്റെ 7th ഡേ കാലരാത്രി മാതാനെ ഡിനോട്ട് ചെയ്യാണ്. അതായത് പണ്ട് ശുംഭ നിശുംഭ എന്ന് പറഞ്ഞ 2 അസുരന്മാരുണ്ടായിരുന്നു. ഈ അസുരന്മാർ സ്വർഗത്തെ കീഴടക്കി. അങ്ങനെ അവിടെയുള്ള ദേവന്മാരെല്ലാവരും കൂടി ശിവപാർവതീനെ കാണാൻ പോയി. അങ്ങനെ പാർവതിമ ഈ ദേവന്മാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ദേവി അംബികയായി മാറി. അപ്പോഴാണ് അറിയുന്നത് ശുംഭ നിശുംഭ എന്ന് പറഞ്ഞ അസുരന്മാരെ ആർമിയിൽ രക്തബീജ്, ചണ്ട മുണ്ട എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള അസുരന്മാരുണ്ടെന്ന്. അപ്പം ദേവി അംബിക മാ കാളിയായിട്ടും അവതരിച്ചു. എന്നിട്ട് ഇവരായിട്ട് യുദ്ധം ചെയ്യാൻ പോയി. ചണ്ട മുണ്ട എന്ന് പറഞ്ഞ 2 അസുരന്മാർ ഇൻവിസിബിൾ ആയിരുന്നു. അപ്പം ദേവി അംബികയും ഇൻവിസിബിൾ ഫോമിൽ വന്നിട്ട് ചണ്ട മുണ്ടേനെ കൊന്നു. അങ്ങനെയാണ് ദേവി അംബികക്ക് ചാമുണ്ടി എന്ന് പേര് വന്നത്. അങ്ങനെ വേറൊരു അസുരനുണ്ടായിരുന്നു, രക്തബീജ്. അതായത് അവരുടെ ഒരു ഡ്രോപ്പ് രക്തത്തിൽ നിന്ന് വേറൊരു രക്തബീജ് ഉണ്ടാകും. അങ്ങനെ അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നൊരു ബൂണുണ്ടായിരുന്നു. ആ രാക്ഷസനെ കൊല്ലാൻ വേണ്ടി ആ അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് മാ കാളി എന്ത് ചെയ്തു? ഈ അസുരനെ കൊന്ന് മാ കാളീൻ്റെ വലിയ നാവ് കൊണ്ട് ആ അസുരൻ്റെ ഓരോ ഡ്രോപ്പ് ബ്ലഡും കുടിച്ചു. അതിനുശേഷം മാ കാളി അൺകൺട്രോളബ്ലി ഫിയേഴ്സ് ആയിരുന്നു. മാ കാളീൻ്റെ മുന്നിൽ ആര് വരുന്നു, എന്ത് വരുന്നു, അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഇത് കണ്ട് പേടിച്ച് ദേവന്മാർ ശിവജീൻ്റെ അടുത്ത് പോയി. ശിവജി വന്ന് മാ കാളീൻ്റെ കാലിൻ്റെ അടിയിൽ വന്നു. അപ്പം സ്വന്തം ഹസ്ബൻഡിനെ ചവിട്ടി എന്ന് റിയലൈസ് ചെയ്ത മാ കാളി കൺട്രോളിലേക്ക് വന്ന് അടങ്ങി. അങ്ങനെ ശുംഭ നിശുംഭന ദേവി അംബിക, അതായത് ചാമുണ്ടി പിന്നെ കൊന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മാ കാളീനെയാണ് ഡേ 7 ഓഫ് നവരാത്രിയിൽ പൂജിക്കുന്നത്.